ഓർഡർ ഈ സഭക്കകത്ത് ഡയസിലേക്ക് കയറാൻ ശ്രമിച്ച എംഎൽഎമാരുടെ നടപടി ശരിയായില്ല. ശ്രീമതി യു പ്രതിഭ ബഹുമാനപ്പെട്ട അപ്പൊ പ്രതിപക്ഷ മേധാവ് പറയാണ് ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് വായിൽ തോന്നിയത് പറഞ്ഞാൽ അതൊക്കെ വല്ല വിലയുണ്ടോ? കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഏതെങ്കിലും ഒരാൾ പൊതു ചുമതല വഹിക്കും ഒരാൾ ഹൈക്കോടതിയെ കുറിച്ചോ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെ കുറിച്ചോ ഇത്രയും തരം താണ അധിക്ഷേപം നടത്തിയിട്ടുണ്ടോ? മുൻകൂട്ടി തീരുമാനിച്ചതനുസരിച്ച് എല്ലാ തയ്യാറെടുപ്പുകളോടും കൂടിയാണ് പ്രതിപക്ഷം സഭയിലെത്തിയത്. പ്രതിപക്ഷ അംഗങ്ങളുടെ കയ്യിൽ ബാനർ ഉണ്ടായിരുന്നു, പ്ലക്കാർഡുകൾ ഉണ്ടായിരുന്നു, മുദ്രാവാക്യം എഴുതിയ പ്ലക്കാർഡുകളാണ്. എന്ന് വെച്ചാൽ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട് കാര്യങ്ങൾ ഇന്ന് സഭയിൽ ഇങ്ങനെയൊക്കെ പെരുമാറണം എന്ന്. അതുപോലെ തന്നെ പെരുമാറി. ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തിക്കൊണ്ട് നടുത്തളത്തിലിറങ്ങി ബഹളം വെച്ചു. 2 തവണ സഭ നിർത്തിവെക്കേണ്ടി വന്നു. എന്താണ് വിഷയം? വിഷയം മറ്റൊന്നുമല്ല, ശബരിമല സ്വർണ്ണക്കൊള്ള തന്നെ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷണം സർക്കാർ അട്ടിമറിക്കുകയാണ്. ഇതാണ് പ്രധാനപ്പെട്ട ആരോപണം. മുഖ്യമന്ത്രിയുടെ ഓഫീസ് സമ്മർദ്ദം ചെലുത്തുന്നു SITക്ക് മുകളിൽ. പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കാൻ SIT അവസരമൊരുക്കുന്നു. ഇതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾക്ക് എണ്ണി കോടതി ഉത്തരവ് വായിച്ച് മറുപടി കൊടുക്കുകയാണ് മന്ത്രി പി രാജീവ് ചെയ്തത്. നിയമസഭയിൽ ഇന്നത്തെ ഏറ്റവും നല്ല പെർഫോമൻസ്, അത് സംശയമേ വേണ്ട, പി രാജീവിൻ്റെതാണ്. കേൾക്കാം. ഓർഡർ ബഹുമാനപ്പെട്ട പാർലമെന്ററി മിനിസ്റ്റർ ലോ മിനിസ്റ്റർ സർ, ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങൾ യഥാർത്ഥത്തിലുള്ള ഒരു അന്വേഷണത്തെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ളതാണ് സാർ. സാർ, ഇത് സംബന്ധിച്ച് ഹൈക്കോടതി നടത്തിയിട്ടുള്ള നിരീക്ഷണങ്ങൾ പ്രതിപക്ഷത്തിനും പ്രതിപക്ഷ മേധാവിനുമുള്ള മറുപടിയാണ് സാർ. സാർ, ഹൈക്കോടതി പറഞ്ഞു കേൾക്ക്, അതിനുശേഷം അദ്ദേഹം മറുപടി പറഞ്ഞോട്ടേന്ന് കേൾക്ക്. നിങ്ങൾ മിനിസ്റ്റർ പറഞ്ഞു ക്യാബിനറ്റ് ഏർലിയർ ഓർഡർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അല്ലാതെ പോലീസല്ല കൊണ്ടുപോകുന്നത്, ഗവൺമെന്റ് അല്ല കൊണ്ടുപോകുന്നത്. പ്രതിപക്ഷത്തിന് വേണ്ടി മാത്രം ആഗോള അയ്യപ്പ സംഗമം സമൂഹത്തിനകത്ത് വലിയ തോതിലുള്ള സമ്മതി ഉണ്ടാക്കിയപ്പോൾ അവരെ അട്ടിമറിക്കാൻ അന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഞങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ആര്? ഉണ്ണികൃഷ്ണൻ പോറ്റി. അതുകൊണ്ട് സാർ, സ്വർണം കട്ടിട്ടുള്ളത് ആരാണ് എന്നറിയാവുന്ന ആളുകളാണ് ഈ ബാനറും പിടിച്ച് ഇവിടെ നിൽക്കുന്നത്. അന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞു സ്വർണത്തിന്റെ ഭാഗം കാണാനില്ല. പ്രതിപക്ഷം പിന്തുണച്ചു. എവിടെ നിന്ന് കിട്ടി സാർ സ്വർണത്തിന്റെ ഭാഗം? ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് കേരളത്തിലെ പോലീസ് പിടിച്ചെടുത്തപ്പോ അതിന്റെ ആദ്യത്തെ മഞ്ഞുമലയുടെ മുകൾ വശം പ്രത്യക്ഷമായി. ഞങ്ങൾ ഹൈക്കോടതിയിൽ പറഞ്ഞു, ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള ഏത് അന്വേഷണത്തിനും ഞങ്ങൾ തയ്യാർ. ആ അന്വേഷണം ഇപ്പൊ എവിടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു സാർ? ലോകത്താദ്യമായി കോൺക്രീറ്റുള്ള സ്വർണ്ണക്കൊടി മരം ചിബല് പിടിച്ചു എന്ന് കണ്ടെത്തിയ അസാധാരണ വൈഭവമുള്ള ആളുകളാണ് സാർ കോൺഗ്രസുകാർ. അപ്പൊ അതെല്ലാം സമൂഹത്തിൽ ചർച്ച ചെയ്യും. അതുകൊണ്ടാണ് ബഹുമാനായ മുഖ്യമന്ത്രി ആദ്യത്തെ ദിവസത്തോട് പറഞ്ഞു നിങ്ങളുടെ സമരം ഹൈക്കോടതിക്കെതിരാണ്. അപ്പൊ പ്രതിപക്ഷ മേധാവ് പറയാണ് ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് വായിൽ തോന്നിയത് പറഞ്ഞാൽ അതൊക്കെ വല്ല വിലയുണ്ടോ? കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഏതെങ്കിലും ഒരാൾ പൊതു ചുമതല വഹിക്കും ഒരാൾ ഹൈക്കോടതിയെ കുറിച്ചോ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെ കുറിച്ചോ ഇത്രയും തരം താണ അധിക്ഷേപം നടത്തിയിട്ടുണ്ടോ? അപ്പൊ അതുകൊണ്ട് ഇവർ ഹൈക്കോടതിയെ ഭയപ്പെടുന്നു. ഹൈക്കോടതി പ്രതിപക്ഷ മേധാവിനോട് ചോദിച്ചു പബ്ലിക് ഇൻട്രസ്റ്റ് ആണോ പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണോ? ഈ പബ്ലിസിറ്റി ഇൻട്രസ്റ്റിന്റെ നരേറ്റീവ് കേരളീയ സമൂഹം തിരിച്ചറിയും. അദ്ദേഹം വളരെ സത്യസന്ധമായി പ്രതിപക്ഷ മേധാവ് പറഞ്ഞു ഞങ്ങളുടെ നരേറ്റീവ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചു. അടുത്ത നരേറ്റീവ് ഞങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ നരേറ്റീവ് കൃത്രിമം നിറഞ്ഞ നരേറ്റീവ് കേരളത്തിൽ ചെലവാകില്ല എന്നുള്ളത് പ്രത്യേകമായി ഈ സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഓർഡർ ഈ സഭക്കകത്ത് ഡയസിലേക്ക് കയറാൻ ശ്രമിച്ച എംഎൽഎമാരുടെ നടപടി ശരിയായില്ല. ശ്രീമതി യു പ്രതിഭ ബഹുമാനപ്പെട്ട ശ്രീമതി യു പ്രതിഭ ബഹുമാനപ്പെട്ട
ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി. യെസ് 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 വിട്ട യെസ് മാർക്ക് യെസ് യു പ്രതിഭ യെസ് 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 സർ യാതൊരു വിഷയവുമില്ലാതെ